ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഞാൻ എഴുതിയിട്ടുണ്ടാകും, അവൻ വന്നിട്ടുണ്ടാകും, ഞങ്ങൾ പോയിട്ടുണ്ടാകും, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്നാ പറയുന്നത്. അവൻ വന്നിട്ടുണ്ടാകും അങ്ങനെ പറയുന്നതിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുക. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഭാഷ പഠിക്കാൻ സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വിൽ ഹാവ് വയ്ക്കും, ഷാൽ ഹാവും വയ്ക്കാം. നമ്മൾ വിൽ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും ഉപയോഗിക്കുക. PP ഫോം എന്നുള്ളത് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പക്ഷെ ഈ ഫോംസിന്റെ പേരുകൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. 3 വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് അവസാനത്തെ 4ാമത്തെ വാചകം കാണുകയാണ്. ആദ്യത്തെ വാചകം ഐ വിൽ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടാകും, ഞാൻ എഴുതിയിട്ടുണ്ടാകും. അതിന്റെ ചോദ്യം വിൽ ഐ ഹാവ് റിട്ടൺ, വിൽ ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടാകുമോ? 3ാമത്തേത് നെഗറ്റീവ്, ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല, ഐ വോണ്ട് ഹാവ് റിട്ടൺ. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ചോദ്യമാണ്. വളരെ എളുപ്പമാണ്. ഈ വോണ്ട് മാത്രം മുന്നിൽ കൊണ്ടുവന്നിടുക. ചോദ്യം ഉണ്ടാക്കാനായിട്ട് വെർബിന്റെ ആദ്യത്തെ ഭാഗമാണ് മുന്നിൽ കൊണ്ടുവന്നിടുക. ഇവിടെ വെർബിന് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളുണ്ട്. വോണ്ട്, ഹാവ്, റിട്ടൺ. ആദ്യത്തെ ആ വോണ്ട് എന്നുള്ളത് മാത്രമേ മുന്നിൽ കൊണ്ടുവന്നിടുകയുള്ളൂ. വോണ്ട് ഹാവ് എന്ന് പറയില്ല. വോണ്ട് ഐ ഹാവ് റിട്ടൺ, വോണ്ട് ഐ ഹാവ് റിട്ടൺ, വോണ്ട് ഐ ഹാവ് റിട്ടൺ. ആ രീതിയിലാണ് നെഗറ്റീവ് ചോദ്യം ഉണ്ടാക്കുന്നത്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ ഇവിടെ സിംഗുലറിനും പ്ലൂറലിനും ഒരേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുക. വെർബ് ഒരേ വെർബ് തന്നെയാണ് ഉപയോഗിക്കുക. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് നോക്കാം. വോണ്ട് ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി ബൈ ഈവനിങ്, വോണ്ട് ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി ബൈ ഈവനിങ്. ശ്രദ്ധിക്കണേ, വോണ്ട് മാത്രമേ മുന്നിലിടുകയുള്ളൂ, ഹാവ് ഇപ്പുറം ഇടുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ. വോണ്ട് ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി ബൈ ഈവനിങ്, വൈകുന്നേരത്തോടെ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടാകില്ലേ, ഒരു കഥ ഞാൻ വൈകുന്നേരമോടെ എഴുതിയിട്ടുണ്ടാകില്ലേ, എഴുതിയിട്ടുണ്ടാകില്ലേ. നെഗറ്റീവ് ചോദ്യമാണ്. ഓക്കെ. വോണ്ട് ഐ ഹാവ് ഫിനിഷ് ദിസ് ബുക്ക് ബൈ ടുമോറോ, വോണ്ട് ഐ ഹാവ് ഫിനിഷ് ദിസ് ബുക്ക് ബൈ ടുമോറോ. ഈ പുസ്തകം ഞാൻ നാളെയോടെ പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ലേ, പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ലേ. വോണ്ട് ഐ ഹാവ് ഫിനിഷ് ദിസ് ബുക്ക് ബൈ ടുമോറോ. Won't I have cooked dinner before 8? Won't I have cooked dinner before 8? 8-ന് മുൻപ് ഞാൻ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകില്ലേ, പാചകം ചെയ്തിട്ടുണ്ടാകില്ലേ. നെഗറ്റീവ് ചോദ്യം. Won't I have designed the website by Friday? Won't I have designed the website by Friday? വെള്ളിയാഴ്ചയോടെ ഞാൻ ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകില്ലേ. Won't I have built the new school by next year? Won't I have built the new school by next year? പുതിയ സ്കൂൾ അടുത്ത വർഷമോടെ ഞാൻ പണിതിട്ടുണ്ടാകില്ലേ, ഞാൻ പണിതിട്ടുണ്ടാകില്ലേ. Won't I have built? Won't I have solved the problem by March? Won't I have solved the problem by March? ആ പ്രശ്നം മാർച്ചോടെ ഞാൻ പരിഹരിച്ചിട്ടുണ്ടാകില്ലേ, ഞാൻ പരിഹരിച്ചിട്ടുണ്ടാകില്ലേ. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് നമുക്ക് യു വെച്ചും നോക്കാം, വി വെച്ചും പ്രാക്ടീസ് ചെയ്യാം. ഇതേപോലെ തന്നെയാ. ഓക്കെ. വോണ്ട് യു ഹാവ് റിട്ടൺ എ സ്റ്റോറി ബൈ ഈവനിങ്, വോണ്ട് യു ഹാവ് റിട്ടൺ എ സ്റ്റോറി ബൈ ഈവനിങ്. വൈകുന്നേരമോടെ നീ ഒരു കഥ എഴുതിയിട്ടുണ്ടാകില്ലേ. വോണ്ട് യു ഹാവ് ഫിനിഷ് ദിസ് ബുക്ക് ബൈ ടുമോറോ, വോണ്ട് യു ഹാവ് ഫിനിഷ് ദിസ് ബുക്ക് ബൈ ടുമോറോ. നാളത്തോടെ ഈ പുസ്തകം നീ തീർത്തിട്ടുണ്ടാകില്ലേ. വോണ്ട് യു ഹാവ് കുക്ക്ഡ് ഡിന്നർ ബിഫോർ 8? വോണ്ട് യു ഹാവ് കുക്ക്ഡ് ഡിന്നർ ബിഫോർ 8? 8-ന് മുൻപ് നീ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകില്ലേ, പാചകം ചെയ്തിട്ടുണ്ടാകില്ലേ. Won't you have designed the website by Friday? Won't you have designed the website by Friday? വെള്ളിയാഴ്ചയോടെ നീ ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകില്ലേ. Won't you have built the new school by next year? Won't you have built the new school by next year? അടുത്ത വർഷമോടെ ആ പുതിയ സ്കൂള് നീ പണിതിട്ടുണ്ടാകില്ലേ, നീ പണിതിട്ടുണ്ടാകില്ലേ. Won't you have solved the problem by March? Won't you have solved the problem by March? മാർച്ചോടെ നീ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകില്ലേ.
അടുത്തത് നമുക്ക് ഹി സിംഗുലർ ആണ്, പക്ഷെ ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. സിംഗുലറിനും പ്ലൂറലിനും ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിക്കുന്നത്. won't he have written a story by evening? won't he have written a story by evening? വൈകുന്നേരമോടെ അവൻ ഒരു കഥ എഴുതിയിട്ടുണ്ടാകില്ലേ? won't he have finished this book by tomorrow? won't he have finished this book by tomorrow? ഈ പുസ്തകം അവൻ നാളത്തോടെ തീർത്തിട്ടുണ്ടാകില്ലേ? won't he have cooked dinner before 8? won't he have cooked dinner before 8? 8-ന് മുൻപ് അവൻ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകില്ലേ? പാചകം ചെയ്തിട്ടുണ്ടാകില്ലേ? won't he have designed the website by Friday? won't he have designed the website by Friday? വെള്ളിയാഴ്ചയോടെ അവൻ ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകില്ലേ? won't he have built the new school by next year? won't he have built the new school by next year? പുതിയ സ്കൂള് അവൻ അടുത്ത വർഷത്തോടെ പണിതിട്ടുണ്ടാകില്ലേ? won't he have solved the problem by March? won't he have solved the problem by March? മാർച്ചോടെ അവൻ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകില്ലേ? അടുത്തത് ഷീ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ദേ അവർ അല്ലെങ്കിൽ ഇവർ, ദേ എപ്പോഴും പ്ലൂറലാണ് നമുക്കറിയാം. ഇതേപോലെ തന്നെ won't they have written a story by evening? അവർ ഒരു കഥ വൈകുന്നേരത്തോടെ എഴുതിയിട്ടുണ്ടാകില്ലേ? won't they have finished this book by tomorrow? അവർ ഈ പുസ്തകം നാളത്തോടെ തീർത്തിട്ടുണ്ടാകില്ലേ? won't they have cooked dinner before 8? 8-ന് മുൻപ് അവർ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ടാകില്ലേ? won't they have designed the website by Friday? അവർ വെള്ളിയാഴ്ചയോടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകില്ലേ? won't they have built the new school by next year? അടുത്ത വർഷത്തോടെ പുതിയ സ്കൂള് അവർ പണിതിട്ടുണ്ടാകില്ലേ? won't they have solved the problem by March? മാർച്ചോടെ അവർ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകില്ലേ? ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ ഒഴുക്ക് വരികയുള്ളൂ. അതല്ലെങ്കിൽ won't have എന്നൊക്കെ പറഞ്ഞു പോകും. won't I have ഇപ്പുറം വരാവൂ. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അതിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വാക്കുകൾ കൂടിച്ചേർക്കാതെയും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് അർത്ഥമുള്ള വാചകങ്ങളായിരിക്കണം. വീഡിയോ കോളൊക്കെ നടത്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അരമണിക്കൂറെങ്കിലും നമ്മൾ ഇന്ന് പഠിച്ചത് മാത്രം പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത് മിനിമം അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതോടെ നമ്മൾ 4 വാചകങ്ങൾ കണ്ടു. ഞാൻ എഴുതിയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് റിട്ടൺ. ചോദ്യം, ഞാൻ എഴുതിയിട്ടുണ്ടാകുമോ? വിൽ ഐ ഹാവ് റിട്ടൺ. നെഗറ്റീവ്, ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല. ഐ വോണ്ട് ഹാവ് റിട്ടൺ. ഇന്ന് കണ്ടത് നെഗറ്റീവ് ചോദ്യം, ഞാൻ എഴുതിയിട്ടുണ്ടാകില്ലേ? വോണ്ട് ഐ ഹാവ് റിട്ടൺ. എപ്പോഴും ഓർക്കുക, ഇതെല്ലാം ഫ്യൂച്ചറിലാണ്, അതായത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിൽ വയ്ക്കുക. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ട ഇത് എഴുതിയിട്ടുണ്ടാകും. ഇത് തന്നെ നമ്മൾ വേറൊരു കാര്യം സൂചിപ്പിക്കാനും ഉപയോഗിക്കും. അത് പിന്നീട് കാണാം. അത് മനസ്സിൽ സൂക്ഷിച്ചേക്കുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വാക്കുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ പുതിയ വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കുക. വാക്കുകളുടെ ഉച്ചാരണം മലയാളത്തിൽ കൊടുത്തിട്ടുള്ള ഡിക്ഷണറി ഉണ്ട്, അത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ഡിക്ഷണറികളും ലഭ്യമാണ്. പുതിയ വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, വളരെ കോൺഫിഡൻസോടെ ഒഴുക്കോടെയൊക്കെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്.
പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000 വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിലെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. സ്ലേ, സ്ലൂ, സ്ലേൻ, ടേക്ക്, ടുക്ക്, ടേക്കൻ, ഷേക്ക്, ഷുക്ക്, ഷേക്കൻ, ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ, ഫോസേ, ഫോസുക്, ഫോസേക്കൻ, റൈസ്, റോസ്, റൈസൺ, റൈസ്, റോസ്, റിസൺ. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്. അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്. അറസ്റ്റ്, അറസ്റ്റഡ്, അറസ്റ്റഡ്. ബിഹേവ്, ബിഹേവ്ഡ്, ബിഹേവ്ഡ്. ബ്രഷ്, ബ്രഷ്ഡ്, ബ്രഷ്ഡ്. chew, chewed, chewed. Contain, contained, contained. Belong, belonged, belonged. Damage, damaged, damaged. Delay, delayed, delayed. Gaze, gazed, gazed.
examine, examined, examine, end, ended, ended, embarrass, embarrassed, embarrassed, explode, exploded, exploded, dust, dusted, dusted, dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്, decorate, decorated, decorated, accept, accepted, accepted, include, included, included, hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.